भवभो भक्तार्थसंबिभ्रतं संसारे खलु साधुरक्षणपरं धर्मस्य संस्थापकं गोपालं घनश्यामकायमधुरं पीताम्बरं मोहकं राधेशं पुरुषोत्तमं गिरिधरं श्रीगोकुलेशं भजे. ഇത് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വിശ്വാസവും പുരാവൃത്തവും ഇഴചേർന്ന് നിൽക്കുന്ന ഭക്തി സൗന്ദര്യത്തിന്റെ ഈ പുണ്യഭൂമിയിൽ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വാണരുളുന്നു. തേവാരപ്രിയനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുരൂപം കാണാൻ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിലെ തേവലക്കര പഞ്ചായത്തിലാണ് തെക്കൻ ഗുരുവായൂർ എന്ന പേരിൽ പ്രശസ്തമായ തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രശാന്തസുന്ദരമായ തേവലക്കര ഗ്രാമത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ദേവലോകക്കര എന്നായിരുന്നു അത്രേ തേവലക്കര പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ദേവന്മാരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ദേവലോകക്കര എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. ദേവലോകത്തിന്റെ കരയായ സ്ഥലത്ത് നീരാട്ടിനെത്തിച്ചേരുന്ന ദേവന്മാർ അവരെ സ്തുതിക്കാനായി ദേവലന്മാർ എന്നറിയപ്പെടുന്ന ഒരു സംഘത്തെ നിയോഗിച്ചുവെന്നാണ് ഐതിഹ്യം. പ്രതികാരത്തിന്റെയും അധിനിവേശത്തിന്റെയും ഒരു ചരിത്രവും തേവലക്കരയ്ക്കുണ്ട്. തേവലക്കരയിലെ മതിലകത്ത് വീട്ടിൽ ഒരു നായർ യുവാവ് തേവലക്കര ദേവീക്ഷേത്രാധികാരിയായ ഒരു ബ്രാഹ്മണനുമായി കലഹിക്കുകയും അതിന്റെ ഫലമായി നായർ യുവാവ് നാടുകടത്തപ്പെടുകയും ചെയ്തു. നാടുകടത്തപ്പെട്ട നായർ യുവാവ് എത്തിച്ചേർന്നത് പോർച്ചുഗീസുകാരുടെ സൈനിക കേന്ദ്രത്തിലായിരുന്നുവത്രേ. ആ നായർ യുവാവിനെ പോർച്ചുഗീസുകാർ അവരുടെ സൈന്യത്തിൽ ചേർക്കുകയും സാം ആന്റണിയോ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. പോർച്ചുഗീസ് സൈന്യത്തിൽ അംഗമായി മാറിയ നായർ യുവാവ് സൈനിക മേധാവിയുമായി ചേർന്ന് തേവലക്കരയിലെത്തുകയും ദേവീക്ഷേത്രം കൊള്ളയടിക്കുകയും ചെയ്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. നാടുകടത്തിയതിനുള്ള പ്രതികാരമെന്നോണം ദേവീക്ഷേത്രത്തിലെ പുരോഹിതനെ ഇയാൾ വധിക്കുകയായിരുന്നു. 1543 ഏപ്രിൽ മാസത്തിലാണ് തേവലക്കര ദേവീക്ഷേത്രം പോർച്ചുഗീസുകാർ ആക്രമിക്കുന്നത്. പിന്നീട് പ്രായശ്ചിത്തമെന്നോണം അവർ പണിയിച്ച ബലിക്കല്ലും അതിലെ അപൂർവ ലിപികളും ഇന്നും അത്ഭുതമായി നിലകൊള്ളുന്നു. 16-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ സംഭവങ്ങൾ തെക്കൻ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദേവീക്ഷേത്രം ആക്രമിച്ച ശേഷം തെക്കൻ ഗുരുവായൂരിലേക്ക് പോയ പോർച്ചുഗീസുകാർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വനനിബിഡതയുടെ ഭീകരത അവരെ ഭയപ്പെടുത്തുകയും ഏതോ ശക്തിയുടെ ഉൾപ്രേരണയാൽ തിരികെ പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു.
വില്വമംഗലം സ്വാമിയാരുടെ വരവോടെയാണ് തെക്കൻ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ചൈതന്യം വെളിവാക്കപ്പെട്ടതെന്ന് പഴമക്കാർ പറയുന്നു. തേവലക്കരയിലെത്തിയ വില്ലുമംഗലം സ്വാമികൾ ഒരു ബാലനുമായി സംവാദത്തിൽ ഏർപ്പെട്ടെന്നും ബാലന്റെ തത്സ്വരൂപം മനസ്സിൽ ദർശിച്ച സ്വാമിയാർ അവിടുത്തെ മുന്നിൽ സാഷ്ടാംഗം പ്രണാമം നടത്തിയെന്നുമാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് തോട്ടത്തിൽ കുളങ്ങര എന്ന പേര് ലഭിച്ചു. വർഷങ്ങൾക്കിപ്പുറം പുനഃപ്രതിഷ്ഠാവേളയിൽ ഗുരുവായൂരപ്പന്റെ ചൈതന്യം പുതുമന നമ്പൂതിരി തിരിച്ചറിഞ്ഞപ്പോൾ ക്ഷേത്രം തെക്കൻ ഗുരുവായൂരായി പരിണമിച്ചുവെന്നാണ് വിശ്വാസം. സംഗീത പാഠങ്ങൾക്കും സർഗരചനാ വൈഭവങ്ങൾക്കും ആദ്യാക്ഷരം കുറിക്കാനും ആശീർവാദം നേടാനും നിരവധി പേർ ഇവിടെ എത്തിച്ചേരുന്നു. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രമാണ് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്കുള്ള ഒരു വിശ്വാസ ചികിത്സാലയം കൂടിയാണ് തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തേവലക്കര ക്ഷേത്രം. തെക്കൻ ഗുരുവായൂരപ്പന് മുന്നിൽ സന്താനഗോപാലം കഥകളിയാടിയും സന്താനഗോപാല ഹവനപൂജ നടത്തിയും സന്താന സൗഭാഗ്യം നേടാമെന്ന് അനുഭവത്തിന്റെ വഴികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ചതുർബാഹുവായ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഭക്തർ ഉണ്ണിക്കണ്ണനായും കുസൃതിക്കാരനായ കൃഷ്ണനായും ഗോപികാകൃഷ്ണനായും സങ്കൽപ്പിച്ച് ഇവിടെ വിശ്വാസം നിവേദിക്കുന്നു. തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സർവ്വ ഐശ്വര്യ പൂജ പ്രശസ്തമാണ്. ഉത്സവങ്ങളുടെ ക്ഷേത്രമെന്നും തേവലക്കര ക്ഷേത്രം അറിയപ്പെടാറുണ്ട്. അഷ്ടമിരോഹിണി ഉത്സവം, നവരാത്രി ഉത്സവം എന്നിവ ഭക്തിനിർഭരവും ആഘോഷപൂർണവുമാണ്. കുംഭത്തിലെ തിരുവോണ നാളിൽ കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം. പുതുമന ഇല്ലത്തിനാണ് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രാവകാശം. മഹാഗണപതിയും പരമശിവനുമാണ് പ്രധാന ഉപദേവതമാർ.
ധർമ്മശാസ്താവ്, മാടൻ തമ്പുരാൻ, ദുർഗാദേവി, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ് എന്നീ ഉപദേവതമാരും ഇവിടെ കുടികൊള്ളുന്നു. നമസ്തേ പുരുഷോത്തമ, നമസ്തേ സർവലോകാത്മൻ, നമസ്തേ ദിഗ്മചക്രിണേ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ब्रह्मत्वे सृजते विश्वं स्थितौ पालयते नमः. रुद्ररूपाय कल्पान्ते नमस्तुभ्यं त्रिमूर्तये.